മലയാളികൾ ആവേശത്തോടുകൂടി സ്വീകരിച്ച മോഹൻലാൽ ജിത്തു ജോസ് ചിത്രം നേര് 100 കോടി ക്ലബിൽ ഇടം നേടിയതായി റിപ്പോർട്ടുകൾ. മോഹൻലാൽ ഫാൻസ് ഗ്രൂപ്പുകളിലാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ വരുന്നത്. നടി അനശ്വര രാജനും തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ 100 കോടി ക്ലബിൽ ഇടം നേടിയെന്ന് എഴുതിയ നേരിന്റെ പുതിയ പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്. സിനിമ റിലീസ് ചെയ്ത് 1 മാസം പിന്നിടുമ്പോഴാണ് ഈ നേട്ടം. പുലിമുരുകൻ, ലൂസിഫർ, ഒടിയൻ എന്നീ മോഹൻലാൽ ചിത്രങ്ങളും 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു. ക്രിസ്മസ് റിലീസായി ഡിസംബർ 21 തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന്റെ ആഗോള കളക്ഷനാണ് 100 കോടി. തിയേറ്റർ വ്യവസായത്തിനും വലിയ നേട്ടമാണ് ഈ ചിത്രം സമ്മാനിച്ചിരിക്കുന്നത്. 2023 അവസാന മലയാളം ഹിറ്റ് എന്ന ടാഗും ഇതോടെ ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം നേര് സ്വന്തമാക്കി കഴിഞ്ഞു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം. അഭിഭാഷകനായി എത്തുന്ന മോഹൻലാലിന്റെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. അനശ്വര രാജന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനത്തിനും നേര് സാക്ഷ്യം വഹിച്ചു. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. ആ പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടിയില്ല എന്നതായിരുന്നു ആദ്യ പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായത്. ചിത്രത്തിന്റെ പ്രൊമോഷനുകളിൽ എല്ലാം തന്നെ ചിത്രത്തെ ഒരു കോർട്ട് റൂം ഡ്രാമയായാണ് ചിത്രത്തെ അവതരിപ്പിക്കുന്നതിൽ ജിത്തു ജോസഫ് 100% വിജയിച്ചു എന്നും പ്രേക്ഷകർ പറയുന്നു. അതേസമയം മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി ചിത്രത്തിന്റെ റിലീസ് ഈ മാസം 25-നാണ്. ചിത്രത്തിന്റെ ഗാനങ്ങളും ടീസറും എല്ലാം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബെറോസ് മാർച്ചിലാണ് റിലീസ് ചെയ്തത്. പ്രേക്ഷകർ ആവേശത്തോടു കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ മറ്റൊരു ചിത്രമാണ് ബെറോസ്.